കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങി ദുരിതമനുഭവിച്ച ഹർഷീന നീതിക്കായി വീണ്ടും തെരുവിലേക്ക്. വൈകുന്ന നീതി അനീതിയാണ് എന്ന മുദ്രാവാക്യവുമായി കോഴിക്കോട് കിഡ്സൺ കോർണറിൽ നടന്ന സത്യാഗ്രഹ സമരം കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പി വി അൻവറും സമരത്തിൽ പങ്കെടുത്തു. വർഷങ്ങളായി നീതിക്കായി സമരം ചെയ്യുകയാണ് ഹർഷീന. സർക്കാരിൽ നിന്നുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ല. പ്രതികളുടെ വിചാരണയ്ക്ക് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ലഭിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഹർഷീന സമരവുമായി വീണ്ടും തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഗവൺമെന്റ് എപ്പോഴും ഹർഷീനന്റെ കൂടെ ഉണ്ടെന്ന് പറയാന്നല്ലാതെ അവിടെ അങ്ങനെ ഒരു വാദം നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു സ്റ്റേ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എപ്പോഴും കൂടെ കൂടെ എന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമായില്ലല്ലോ. 2017 നടന്ന പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് പിഴവ് സംഭവിച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ശസ്ത്രക്രിയ നടത്തിയ 2 ഡോക്ടർമാരും 2 നഴ്സുമാരുമടക്കം 4 പേരെ പ്രതി ചേർത്ത് മെഡിക്കൽ കോളേജ് പോലീസ് 2023 കുന്നമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ വിചാരണ തുടരുന്നതിനിടെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും സ്റ്റേ വാങ്ങുകയും ചെയ്തു. പ്രതികളുടെ വിചാരണയ്ക്ക് സ്റ്റേ ലഭിച്ചത് സർക്കാരിന്റെ അലംഭാവം മൂലമാണെന്ന് കെ മുരളീധരൻ പറഞ്ഞു. 5.5 വർഷക്കാലം കഠിനമായിട്ട് വേദന സഹിക്കുകയും പിന്നീട് ആ കത്രിക പുറത്തെടുക്കാൻ മറ്റൊരു ശസ്ത്രക്രിയ വേണ്ടി വരികയും ചെയ്തപ്പോൾ അത്രയും കാലം അനുഭവിച്ച വേദനയും പീഡനങ്ങളും അതിന് സർക്കാർ വിലയിട്ടത് വെറും 2 ലക്ഷം രൂപയാണ്. 8 വർഷത്തോളമായി വേദന തിന്ന് ജീവിക്കുകയാണ് ഹർഷീന. നീതി ലഭിക്കുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. മീഡിയ 1 കോഴിക്കോട്.